മനുഷ്യന്റെ അവസ്ഥ. മനുഷ്യൻ ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞൊരു വല്ലാത്ത സന്തോഷം തന്നെയാണ്. അതങ്ങാണ് നഷ്ടപ്പെട്ടു പോയാലും മൊത്തത്തിൽ പോയി. അപ്പൊ ദുനിയാവിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ ഒരു സന്തോഷം തരുന്നു. അതേപോലെ അള്ളാഹു സ്വർഗത്തിൽ തരുന്നു. സ്വർഗത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം 1 വർഷം വരെയാ. അള്ളാഹ് എന്തായിരിക്കും സംഭവം? 1 വർഷം വരെയാണ്. ഇവിടുത്തെ പോലെ അല്ലല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ മനുഷ്യന് എവിടെ ആഫിയത്ത്? ഈ ചോറൊക്കെ തിന്നിട്ട് കപ്പയും മൂളയൊക്കെ തിന്ന് നടക്കുന്നവനെ കൂടെ ആഫിയത്ത് ഉണ്ടോ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവനെ ആസ്വദിപ്പിക്കാൻ അള്ളാഹ് തീരുമാനിച്ചിരിക്കണം സ്വർഗത്തിൽ. നീ വാ, ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിലുള്ള ബന്ധം 1 വർഷം വരെ നീണ്ടു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഞാൻ പറഞ്ഞത്, സ്വർഗത്തിന്റെ ഊർലികളെ കുറിച്ചൊക്കെ പറയാതെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ പുറത്തെവിടെങ്കിലും സദസ്സിൽ നമുക്ക് ഉഷാറായിട്ട് അടിക്കാൻ പറ്റും. അപ്പൊ അത് ബഹുമാനമുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളൊക്കെ നിൽക്കുന്നത്. പിന്നെ ഈ വിഷയത്തിൽ ഞാൻ ഇച്ചിരി കൂടുതൽ ഓവറായിട്ട് പറയുന്ന ആളാണ്. വെറുതെ പറയില്ല, ആയത്തെ ഹദീസ് ഓതിയിട്ട് ഞാൻ പറയില്ല, അനാവശ്യ വാക്കുകളോ ഒന്നും ഞാൻ പറയില്ല. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഏറ്റവും നല്ല പെണ്ണാരാണ്? ദുനിയാവിലെ പെണ്ണാണ്. ദുനിയാവിലെ പെണ്ണെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്. സ്വർഗത്തിലെ ഏറ്റവും ഹൂറി നമ്മൾ മനസ്സിലാക്കണം. ചില പെണ്ണുങ്ങൾക്ക് ഒരു ആഗ്രഹം, ഒരു ധാരണയുണ്ട്, ഓ നമ്മുടെ ഇച്ഛ പോയി കല്യാണം കഴിച്ച് നമ്മൾ ഇവിടുന്ന് കല്യാണം കഴിച്ച് റാഹത്തായിട്ട് മരിച്ചുപോയി. സ്വർഗത്തിലെത്തുമ്പോ ഇച്ഛാക്ക് വേറെ ഹൂറിലിങ്ങളെ കിട്ടും, നമുക്ക് ആരെ കിട്ടൂ? പെണ്ണുങ്ങളുടെ ഒരു വല്ലാത്തൊരു ആശങ്കയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുള്ള പ്രശ്നം. മരിക്കാറാവുമ്പോ മരിക്കുന്നവരെ ഞങ്ങൾ വേണം, നിങ്ങൾക്ക് കുട്ടികളെ ഉണ്ടാക്കി തരാൻ വേണം, പാത്രം കഴുകാൻ വേണം, വസ്ത്രം കഴുകാൻ വേണം, ഇതിനൊക്കെ ഞങ്ങൾ വേണം അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിൽ പോയാൽ ഹൂറിലിങ്ങളുമായിട്ട് നിങ്ങൾ ഇങ്ങനെ അടിച്ചു പൊളിക്കുമ്പോ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ഞങ്ങൾക്ക് ആരാ ഉള്ളത്? ബഹുമാനപ്പെട്ട നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വർഗത്തിൽ ഉത്തമയായ ഭാര്യ ആരെന്നറിയോ? സ്വർഗത്തിൽ ശ്രേഷ്ഠയായ പെണ്ണാരെന്നറിയോ? സ്വർഗത്തിൽ ഹൂറിലീങ്ങളെക്കാൾ ഉത്കൃഷ്ടയായ പെണ്ണ് ഈ ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ്. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ ഭാര്യയെ തന്നെ അല്ലാഹു സ്വർഗത്തിൽ സമാധാനമായല്ലോ, പെണ്ണുങ്ങൾക്ക് സമാധാനമായില്ല. നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് ടിഷ്യൂ പേപ്പറായി, പിന്നെ എടുത്ത് ദൂരെ കളയല്ല വേണ്ടത്. അവളെ തന്നെയാണ് സ്വർഗത്തിൽ കിട്ടുക. ഖുർആൻ പറയുന്നുണ്ട് സ്വർഗത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ, ജന്നത്തു അദ്നി യദ്ഖുലൂനഹാ വമാ صلح من آبائهم وما صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار. സ്വർഗലോകത്തെ പരിചയപ്പെടുത്തുമ്പോ ജന്നാത്തു അദ്ൻ എന്ന് പറയുന്ന സ്വർഗലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹവസിക്കാനുള്ള സൗകര്യമാർക്കാണ് നൽകുന്നതെന്നറിയോ? വമാ സ്വലഹ മിൻ ആബാഇഹിം. ഈ ദുനിയാവിൽ നമ്മുടെ മാതാപിതാക്കൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വഅസ്വാജിഹിം, അവരുടെ ഇണകൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. വദുർരിയാതിഹിം, അവരുടെ സന്താനങ്ങൾക്ക് അവിടെ സഹവസിക്കാൻ അവകാശമുണ്ട്. അപ്പോ ഈ ദുനിയാവിലെ നമ്മുടെ ഉപ്പയെ നമുക്ക് സ്വർഗത്തിൽ ലഭിക്കും, ദുനിയാവിലെ നമ്മുടെ ഉമ്മയെ സ്വർഗത്തിൽ ലഭിക്കും. ദുനിയാവിലെ നമ്മുടെ ഭാര്യയാണ് അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ നൽകുക. ദുനിയാവിലെ നമ്മുടെ ഭർത്താവിനെയാണ് അല്ലാഹു സ്വർഗത്തിൽ നൽകുക. ദുനിയാവിലെ നമ്മുടെ മക്കളെ അല്ലാഹു സ്വർഗത്തിൽ തരുമത്രേ. ദുനിയാവിലെ നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇവരെയൊക്കെ അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ തരുന്നു. പക്ഷേ വമൻ സ്വലഹ അല്ലാഹു ഇവിടെ ഉപയോഗിച്ച വാക്ക് എങ്ങനെയെങ്കിലും പോയാൽ കിട്ടുമോ? ഇല്ല. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച് മരിക്കണം. ഭയപ്പെട്ട് ജീവിച്ച് മരിച്ചാൽ ആ ഭാര്യയും ഭർത്താവിനെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗലോകത്ത് തരും. അവരാണ് ഏറ്റവും ശ്രേഷ്ഠയായ പെണ്ണ്. അപ്പൊ ഈ കോലത്തിലല്ല. അപ്പൊ നമ്മുടെ ചങ്ങാതിമാർ ഇപ്പൊ വിട്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ പറയുകയാണ്, നമ്മുടെ ഒരുപക്ഷെ വിചാരിക്കും, കരുതുന്നുണ്ടാകും,
ഇത്രയും നാള് നമ്മുടെ ഭാര്യയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ട് ഇനി സ്വർഗത്തും പോയിട്ട് ഇവളുടെ ഇടങ്ങേറ് നമ്മൾ സഹിക്കേണ്ടി വരുമല്ലോ പടച്ചവനെ. സ്വർഗലോകത്തിലെങ്കിലും പോയി ഇത്തിരി സന്തോഷിക്കാമല്ലോ എന്നോർത്ത് കഴിയാണ്. അതുവരെ ശ്രമിച്ചിരിക്കും. അവിടെ ഇത് തന്നെയാണോ, സ്വസ്ഥത കിട്ടൂലേ എന്ന് ധരിക്കുന്നവരുണ്ടാകും. അങ്ങനെയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗത്തേക്ക് കയറുമ്പോ എല്ലാ കുശുമ്പ്, അസൂയ, കെടുമ്പ്, ക്രോധം, വിരോധം എല്ലാം അല്ലാഹു എടുത്തു മാറ്റും. ونزعنا ما في صدورهم من غل تجري من تحتهم الأنهار إخوانا على سرر متقابلين لا يمسهم فيها نصب وما هم منها بمخرجين. അവിടെ പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, കുശുമ്പില്ല, കുന്നായ്മയില്ല, ക്രോധമില്ല, വിരോധമില്ല. ഇതെല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറിച്ചു കളയും. സന്തോഷത്തോടു കൂടിയായിരിക്കും. ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. ഭാര്യമാരും ഭർത്താക്കന്മാരും അവരവരുടെ ഇണകളോടൊപ്പം സ്വർഗത്തിന്റെ തണലിൽ, ഊഞ്ഞാലിൽ അവർ സന്തോഷത്തോടെ ആടി രസിച്ചു കൊണ്ടിരിക്കും. ഖുർആൻ പറയുകയാണ് ഇവിടുത്തെ ഭാര്യമാർ. അപ്പൊ അത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നിലവിലുള്ള ഭാര്യയുടെ കോലത്തിലല്ല, അത് ഏറ്റവും നല്ല സുന്ദരിയാക്കി 33 വയസ്സുള്ള പെണ്ണാക്കി സന്തോഷത്തോടുകൂടി നമുക്ക് സുഖിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളോടുകൂടി നമ്മളെ രസിപ്പിക്കാനുള്ള എല്ലാ കഴിവുകളോടുകൂടി അല്ലാഹു നമ്മളെ അവർക്ക് സമ്മാനിക്കുകയാണ്. വെറുതെ അല്ല. ഇപ്പൊ ഒരു 60 വയസ്സുകാരിയായ കിളവിയാണ് എന്റെ ഭാര്യ, ആ കോലത്തിലാണോ അവിടെ തരിക? നമുക്ക് എന്തോ എന്ത് ഫായിദ, മാഫി ഫായിദ, യേശ് ഫായിദ യാഖി, ഒരു ഫായിദ ഇല്ല. അതുകൊണ്ട് കിളവി ആഖിറത്തിൽ എന്ത് ഗുണം? അവൻ എന്താ അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്? ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ ഫജഅൽനാഹുന്ന ബഖറാ ഉറുബൻ അത്റാബാ ലിഅസ്ഹാബിൽ യമീൻ. സ്വർഗത്തിന്റെ അവകാശികൾക്ക്, വലതുപക്ഷക്കാർക്ക്, വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് അല്ലാഹു നൽകുന്ന സമ്മാനമാണ്, സന്തോഷമാണ്. പ്രത്യേകമായ പ്രകൃതിയിൽ സൃഷ്ടിക്കപ്പെട്ട നാരിമാരാണ് സ്വർഗത്തിലെ ഹൂറികൾ. ഫജഅൽനാഹുന്ന അബ്കാറാ, അവർ തികച്ചും കന്യകകളാണ്, കന്യകകളാണ്. ഉറബൻ അത്റാബാ, സ്നേഹമുള്ളവരാണ്, സമപ്രായക്കാരാണ്. ലിഅസ്ഹാബിൽ യമീൻ, വലതുപക്ഷക്കാർക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം, അള്ളാഹു നൽകുന്ന സമ്മാനം. അപ്പം വിഷമം തീർന്നല്ലോ. കിളവിയൊന്നുമല്ല, സമപ്രായക്കാര്, സുന്ദരി, സുഷ്മ, സുശീല, സുമുഖി, എല്ലാ നിലയ്ക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പെണ്ണിനെയാണ് നമ്മുടെ ഭാര്യയാക്കി അള്ളാഹു ആദ്യം തരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്നവർക്ക് ആദ്യമായി 2 ഹൂറികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമത്രേ. 2 പേരെയും കൂടെ അള്ളാഹു നമുക്ക് വിവാഹം കഴിപ്പിച്ചു തരും. ഈ ദുനിയാവിലാണല്ലോ ഒന്നിൽ കൂടുതൽ പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ദുനിയാവിലെ പ്രശ്നമാണ് അത്. പെണ്ണുങ്ങളോട് പറയുന്നവർക്ക് ഇഷ്ടമല്ല, ഭാര്യമാർക്ക് അത് മറ്റൊരു പെണ്ണിന്റെ കാര്യം പറയുന്ന ഇഷ്ടമല്ല. ഒളിച്ച് വേലി ചാടാൻ പോകുന്ന അതൊന്നും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു പെണ്ണിനെ ഹലാലായിട്ട് കെട്ടുന്ന കാര്യം, അത് ആ വിഷയമല്ലാത്ത പ്രശ്നങ്ങളാണ്, അതുമല്ലാത്ത പ്രശ്നങ്ങളാണ്. ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ പോലും ഈ ഒരു വിഷയങ്ങളിൽ വല്ലാത്ത ഒരു ഭിന്നതയാണ്. ഖദീജ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കും, ഞങ്ങളാരും പെണ്ണുങ്ങളല്ലേ നബിയെ, ഞങ്ങളാരും ഭാര്യമാരല്ലേ? എപ്പോഴും ഖദീജ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അസൂയ നല്ലതല്ലല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ ആകട്ടെ, സഹോദരിമാർ, സഹോദരങ്ങൾ മനസ്സിലാക്കണം,
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗ്ഗ സ്ത്രീകളെ പരിചയപ്പെടുത്തി, നരക സ്ത്രീകളെ പരിചയപ്പെടുത്തി. നമ്മുടെ ഭാര്യയും ഭർത്താവുമായി നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പറയപ്പെടുന്ന സ്വർഗ്ഗ സ്ത്രീകളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നവരായിരിക്കണം. നരക സ്ത്രീകളെയും അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തി. അസ്ഹാബുൽ ജന്ന അസ്ഹാബുൻ നാർ, സ്വർഗ്ഗവാസികളെ പരിചയപ്പെടുത്തി, നരകവാസികളെ പരിചയപ്പെടുത്തി. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അർബഉൻ മിനൽ ലവാതി ഫിന്നാർ, 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്. വഅർബഉൻ മിനൽ ലവാതി ഫിൽ ജന്ന, 4 വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ്. 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ്, 4 വിഭാഗം സ്ത്രീകൾ സ്വർഗ്ഗത്തിലാണ്.